ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് മുസ്ലിം ലീഗിന് അർഹതയുണ്ടെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ ഇപ്പോൾ അവകാശവാദം ഉന്നയിക്കുന്നില്ല. ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ ആവശ്യപ്പെടുമോ എന്ന് പറയാനാവില്ലെന്നും മുനവ്വർ അലി തങ്ങൾ പറയുന്നു. അല്ല, ഉപമുഖ്യമന്ത്രി സ്ഥാനം ലീഗ് നേരത്തെ വഹിച്ചിട്ടുണ്ട്. അതിന് ഞങ്ങൾ അർഹരാണ്. പക്ഷെ അതൊരു ക്ലെയിമായിട്ട് ഞങ്ങളിപ്പോൾ ചോദിക്കുന്നില്ല. ഇപ്പോൾ നമ്മളത് ആവശ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് നേതാക്കൾ പിന്നെ സൂചിപ്പിച്ചിട്ടുള്ളത്. ആ സമയത്തുള്ള ചർച്ചകളല്ലേ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ സമയത്തുള്ള ചർച്ചകളിൽ ആ സമയത്ത് നോക്കാം. ഞങ്ങൾ ഒരിക്കലും മതം പറഞ്ഞ് വോട്ട് വാങ്ങിയിട്ടില്ല. അതിന് അവസാന നിമിഷത്തിൽ വോട്ട് കിട്ടൂല എന്ന് കണ്ടപ്പം അതിന് വേണ്ടിയിട്ടുള്ള പ്രചരണം മാത്രമാണ് എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പം അങ്ങനെയുണ്ടെങ്കിൽ അത് അന്വേഷിക്കും. അതന്വേഷിച്ചിട്ട് അത് നമ്മൾ നിലപാടല്ല എന്നുള്ളത് ഞങ്ങൾ പൂർണ്ണമായ രീതിയിൽ അത് ഞങ്ങളോട് ബോധ്യപ്പെടുത്തും. ദിൽഷ തിലകൻ ആ വാർത്തയോട് ഒരുമിച്ചു. ദിൽഷ, ഈ മുസ്ലിം ലീഗ് എന്താണ് ആ മേഖലയിൽ വലിയ ക്ലീൻ സ്വീപ്പ് ഉണ്ടാകുമെന്നും മത്സരിച്ച സീറ്റുകളിൽ വലിയ വിജയമുണ്ടാകുമെന്നും വലിയ കോൺഫിഡൻസ് ലീഗിനുണ്ട്. ആ കോൺഫിഡൻസിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണോ ഉപമുഖ്യമന്ത്രി പദവിയെക്കുറിച്ചുള്ള അവരുടെ ഇന്നർ ചർച്ചകൾ? ദിൽഷ, തീർച്ചയായിട്ടും ഹാഷ്മി, നേരത്തെ തന്നെ ഇത്തരത്തിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ തുടങ്ങുന്ന സമയത്ത് ലീഗിനുള്ളിൽ തന്നെ ഇത്തരത്തിലൊരു ചർച്ച ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് മുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെടും എന്ന തങ്ങളാണ് ഈ ഒരു വിഷയത്തിൽ പരസ്യ പ്രതികരണവുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് ലീഗിന് അർഹതയുണ്ട് എന്നാണ് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പ്രതികരിച്ചത്. അതായത് ഇതിനു മുമ്പ് CH മുഹമ്മദ് കോയയും അതുപോലെ തന്നെ ഔക്കാദർ കുട്ടി നാഹിയും എല്ലാം തന്നെ ഉപമുഖ്യമന്ത്രിമാരായിട്ടുണ്ട്. എന്നാൽ ഈ ഒരു സമയത്ത് അവകാശവാദം ഉന്നയിക്കുന്നില്ല. ഈ ഒരു തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം എന്തായാലും ലീഗ് സ്ഥാനാർത്ഥികൾ എല്ലാവരും തന്നെ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് അർഹതയുണ്ട്. എന്നാൽ പുരോഗമിക്കുമ്പോൾ മാത്രമാണ് അത് ആവശ്യപ്പെടുമോ ഇല്ലയോ എന്ന് പറയാനാവില്ല. അത് ആവശ്യപ്പെടാതെ തന്നെ നൽകുമെന്ന പ്രതീക്ഷയിലാണ്. എന്നാൽ ചർച്ചകൾ ഇപ്പോൾ അദ്ദേഹം നൽകുന്ന ഒരു മറുപടി എന്തായാലും ഈ ഒരു വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ ഇത്തരത്തിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിനായിട്ടുള്ള ചർച്ചകളിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അർഹതയുണ്ട്, മാത്രമല്ല ലീഗിലെ സ്ഥാനാർത്ഥികളെല്ലാം തന്നെ വലിയ മുന്നേറ്റം കാഴ്ച വെച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ലീഗ് സ്ഥാനാർത്ഥികൾ മതം പറഞ്ഞ് വോട്ട് പിടിക്കുന്നു എന്ന ആരോപണം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ ഏറ്റവും അധികം കേട്ടതായിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ കോഴിക്കോട് പയ്യാനക്കലിൽ വലിയ രീതിയിലുള്ള സംഘർഷങ്ങളിലേക്കെല്ലാം അത് വഴി മാറുകയും ചെയ്തതാണ്. അങ്ങനെയൊരു സംഭവം കണ്ടുപിടിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ചത്. ലീഗ് സ്ഥാനാർത്ഥികൾ മതം പറഞ്ഞ് വോട്ട് പിടിച്ചു എന്ന ആരോപണം പൂർണ്ണമായിട്ടും തെറ്റാണ്. ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം ഉണ്ടായി എന്ന് വിശ്വസിക്കുന്നില്ല. എല്ലാ വോട്ടുകളും UDF ലഭ്യമായിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.